ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തേത് മാങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ കിട്ടുന്ന ടൈമല്ലേ, അപ്പോൾ ചോറിൻ്റെ കൂടെ കറിയില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളെ വേണ്ടൂ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് പിന്നെ നമ്മൾ മുളകും കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നാക്കി ചൂടാക്കിയിട്ട് എടുക്കണം. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾക്കത് ഈ കറിവേപ്പിലയും മുളകും കൂടി പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങ നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരില്ലേ ആ സമയം വരെ കേട്ടോ. കരിഞ്ഞു പോകരുതും. അത് തീ കൂട്ടി തന്നെ നമുക്ക് മാങ്ങ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനിടയിൽ നമ്മുടെ മുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഞാൻ പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വെള്ളമൊന്നും ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആ മാങ്ങ കോരിയെടുത്തതിന് ശേഷം അതേ എണ്ണയിലോട്ട് തന്നെ ആ മുളകും കറിവേപ്പിലയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ പിന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് ടൈമൊന്നും അടുപ്പത്ത് വെക്കേണ്ടതില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കും. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തൊന്ന് നോക്കിയെടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.